സമ്പാദിക്കുന്ന തുകയുടെ സിംഹഭാഗവും നാട്ടിലെത്തിക്കുന്ന ഗൾഫ് പ്രദേശങ്ങളിലെ മലയാളികളെ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്ന മലയാളികളിലധികവും വിദ്യാസമ്പന്നരല്ല. വിദഗ്ധ ജോലിക്ക് സ്റ്റേറ്റ് ചെലവിൽ പരിശീലനം നേടിയവരല്ല. ഇവിടെ ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് മാത്രം നാട് വിട്ടവരാണവർ. എത്തിച്ചേർന്ന നാടുകളിൽ കുടിപാർക്കുവാനോ അവിടുത്തെ പൗരത്വമെടുക്കുവാനോ വിദേശത്തെ സ്ത്രീകളെ വിവാഹം കഴിക്കുവാനോ അവർ ഉദ്ദേശിക്കുന്നില്ല. പ്രതികൂലവും പ്രയാസകരവുമായ സാഹചര്യങ്ങളിലാണ് അവർ ആ നാട്ടിൽ ജീവിക്കുന്നത്. ബുദ്ധിയെയും ശരീരത്തെയും ക്ഷീണിപ്പിക്കുന്ന ജോലികളിലാണ് അവർ ഏർപ്പെടുന്നത്. ബഹുഭൂരിപക്ഷം പേരും സ്വന്തം ഭാര്യമാരിൽ നിന്നും പ്രണയഭാജനങ്ങളിൽ നിന്നും അകന്നാണ് ജീവിക്കുന്നത്. ഈ പശ്ചാത്തലം ഓർക്കാതെ ഗൾഫ് പണത്തെയും ഗൾഫ് മലയാളികളെയും ആക്ഷേപിക്കുന്നവർ അതിനു പിന്നിലുള്ള ശ്രമം മനസ്സിലാക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ പണത്തിനുള്ള സ്ഥാനം മറ്റെന്തിനേക്കാളും ഉപരിയായി വർദ്ധിച്ചിരിക്കുന്ന കാലഘട്ടമാണിത്. ബാങ്ക് ബാലൻസ് നോക്കിയും ബിസിനസ്സിൻ്റെ വ്യാപ്തി നോക്കിയും മാന്യത കൽപ്പിച്ചു കൊടുക്കുന്ന സമൂഹമാണിത്. അതുപോലെ പണം വന്ന പോലെ തന്നെ ഒഴുകിപ്പോവുകയും ചെയ്യും. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഗൾഫ് പണം ക്രിയാത്മകമായും പ്രത്യുൽപാദനപരമായും വിനിയോഗിക്കുന്നതിനുള്ള സംവിധാനമൊരുക്കുകയാണ് അനിവാര്യം. അതോടൊപ്പം തന്നെ പ്രവാസികൾക്ക് വേണ്ടി ഇടപെടാനും ശക്തമായി അവരുടെ ക്ഷേമത്തിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാനും സർക്കാർ നേതൃത്വം നൽകണം. എവിടെയാണോ ഇച്ഛാശക്തി അവിടെ വഴിയും ഉണ്ടാകുമെന്ന് പ്രവാസികൾ മനസ്സിലാക്കണം. ഭരണകൂടം പ്രവാസികളുടെ സംഭാവനകൾക്ക് നന്ദി മാത്രം പകരം നൽകിയാൽ പോരാ. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് ക്രിയാത്മകമായ പുനരധിവാസ പദ്ധതികൾക്ക് രൂപം നൽകാനും സംവിധാനം ഒരുക്കണം. പ്രവാസികളുടെ തിരിച്ചുവരവ് കേരളത്തിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി അതിജീവിച്ച് അവരെ നാടിൻ്റെ അനുകൂല ഘടകമാക്കി മാറ്റാൻ സാധിക്കുമോ എന്നത് സംബന്ധിച്ച് ഗൗരവമായ ചിന്തയും ചർച്ചയും അനിവാര്യമാണ്. കേരളത്തിലെ വ്യവസായ സാധ്യതകൾ തിരിച്ചുവരുന്ന പ്രവാസികൾക്കും പ്രത്യേകിച്ച് ഗൾഫ് മലയാളികൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ച് സർക്കാർ സജീവമായി ചിന്തിക്കുകയാണെങ്കിൽ പ്രവാസി പുനരധിവാസം കൂടുതൽ സുഗമമാക്കാൻ സാധിക്കും. അതുവഴി ഗൾഫ് മലയാളികൾ തിരിച്ചു വരുന്നതു കാരണം കേരളം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി അതിജീവിക്കാനും പ്രയാസങ്ങളോടെ തിരിച്ചുവരുന്ന പ്രവാസികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കിക്കൊടുക്കാനും സാധിക്കും. 6 പതിറ്റാണ്ടുകാലം കേരളത്തിലേക്ക് ഒഴുകിയെത്തിയ അറേബ്യൻ പണം സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഒരു വിധത്തിലും പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെന്ന വസ്തുത അംഗീകരിക്കുന്നതോടൊപ്പം ഇനിയുള്ള കാലങ്ങളിലെങ്കിലും ഗൾഫ് പണം നാടിൻ്റെ വികസനത്തിന് എന്ന മുദ്രാവാക്യത്തോടു കൂടിയാകട്ടെ പ്രവാസികളുടെ മുന്നോട്ടുള്ള കുതിപ്പ്.